Good afternoon, all. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, ma'am. നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റിന്റെ കുറച്ച് പോയിന്റ്സ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. എന്തായാലും എടുത്തോടത്തോളം വായിച്ചു നോക്കിയോ? നോക്കിയായിരുന്നോ? സാറ്റർഡേ സൺഡേ ഒക്കെ അവധിയായിരുന്നു. വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഡൗട്ടുകളുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് എടുത്തു പോകാം അല്ലെ. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് എവിടെ വരെയാ നമ്മൾ പറഞ്ഞു നിർത്തിയത്? രണ്ട് മൂന്ന് പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഓച്ചാട്ട് തുടങ്ങിയാണ് എടുക്കേണ്ടത്. ഓക്കെ ആണോ? അതായത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ റിപ്പീറ്റേഷൻ വരുമെന്നുള്ളത് പറഞ്ഞു നിർത്തിയായിരുന്നു. ആക്ച്വലി നമ്മൾ 3-4 പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഓക്കെ, അതായത് 1-2-3 പോയിന്റ് വരെയാണ് പറഞ്ഞു നിർത്തിയുള്ളൂ. ബാക്കി കണ്ടിന്യൂവേഷൻ, അതായത് കഴിഞ്ഞ ക്ലാസ്സിന്റെ പോലെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ പോയിന്റ്സ് വരുമെന്ന് പറഞ്ഞു. അപ്പൊ 2-3 പോയിന്റിന് ശേഷമുള്ള ഭാഗം തുടങ്ങി നമുക്ക് ഒന്നും കൂടി നോക്കാം. ഓക്കെ. സെക്കൻഡ് പോയിന്റ് വരെയാണോ പറഞ്ഞു നിർത്തിയത്? ഫോർത്ത് പോയിന്റ്, നേരത്തെ പറഞ്ഞ മാതിരി ഫോർത്ത് പോയിന്റ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തതായിട്ടാണ് എന്റെ. ഓക്കെ, ഫോർത്ത് വരെ നിങ്ങൾ നോക്കാം, ജസ്റ്റ് നോക്കാം. അതായത് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലെ ഓരോ സ്പില്ലേജ് വേസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കിയ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് റിപ്പീറ്റേഷൻ വരുന്നത്. അതായത് വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആദ്യം തന്നെ എന്താണ് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കേണ്ടത്, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് മേജർ ആണോ മൈനർ ആണോ ചെറുതാണോ വലുതാണോ എന്നുള്ളത് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യുക. സെക്കൻഡ്, എവിക്ട് ഏരിയ, എത്രയും പെട്ടെന്ന് ആ ഭാഗത്ത് നിന്ന് എല്ലാവരെയും ഒഴിവാക്കുക അല്ലെ. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. ദെൻ തേർഡ് പോയിന്റ് നമുക്കറിയാം, ആ കെമിക്കലുമായിട്ട് സ്ഫോടനവുമായി ബന്ധപ്പെട്ട വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ രാസവസ്തുക്കളുമായിട്ട് ബന്ധപ്പെടാൻ സാധ്യത അല്ലെ, അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്യൂഷൻസ് ആയിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിട്ട് മാത്രം അതുമായിട്ടുള്ള സമ്പർക്കത്തിൽ ഏർപ്പെടുക. നെക്സ്റ്റ്, കണ്ടെയ്ൻ ദ സ്പിൽ. എന്താണ് കണ്ടെയ്ൻ ദ സ്പിൽ എന്ന് പറയുന്നത്? നമുക്കറിയാം ചോർച്ച എത്രത്തോളം ഉണ്ട് അല്ലെ, അതിനെ തടയണം. അതിനാവശ്യമായിട്ടുള്ളത് തടയാൻ മാതിരി ആവശ്യമായിട്ടുള്ള അബ്സോർബന്റ് ആഗിരണം ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുക. അത്തരത്തിലുള്ള പാഡ്സുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കൈകാര്യം ചെയ്യുമ്പോൾ അത് എന്താണ് ആ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുമ്പോഴും ഒരിക്കലും സ്പ്രെഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. മാത്രമല്ല എന്താണ് അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം എവിടെ നിക്ഷേപിക്കണം? ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഏത് ബാഗിൽ നിക്ഷേപിക്കണമെന്നാ പറഞ്ഞു നിർത്തിയത്? ലേബിളിന്റെ ബയോ ഹസാർഡ് ആണോ? ഫോർത്ത് പോയിന്റ് വായിച്ചു നോക്കാം. പ്ലേസ് ദ മെറ്റീരിയൽ ഇൻ ദ ലേബിൾഡ് ഡേഞ്ചറസ് വേസ്റ്റ് ബാഗ് ഓഫ് ദ കണ്ടെയ്നർ ഫോർ ഡിസ്കാർഡ്. ഓക്കെ, ഡേഞ്ചറസ് അല്ലെ. ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ അപകടകരമായ വേസ്റ്റ് ബിന്നില്, അത് തന്നെ ലേബൽ ചെയ്തിരിക്കുന്ന ബിന്നിലായിരിക്കണം. ജൈവമാലിന്യം എന്നുള്ള ഒരു ലേബലുള്ള കണ്ടെയ്നറിലല്ല. ആക്ച്വലി എന്താണ് അപകടകരമായ തന്നെ ഒരു വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് കൃത്യമായിട്ട് തന്നെ ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നറിൽ തന്നെ നിക്ഷേപിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ അതുവരെയും? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എന്താണ് ക്ലീൻ അപ്പ് ദ സ്പിൽ. എന്തായാലും നമുക്കറിയാം അത് മാലിന്യം നമുക്ക് വൃത്തിയാക്കണം അല്ലെ.
use a suitable spill kit or stick to manufacturers directives for the exact use of absorbent materials to clean up the spill. നമ്മൾ നേരത്തെ എല്ലാ ഇതിലും പറഞ്ഞ മാതിരി തന്നെ അല്ലെ, അനുയോജ്യമായിട്ടുള്ള, അതായത് ആ ഒരു കെമിക്കൽ സ്പില്ലേജിനെ എന്താണ് ക്ലീൻ ചെയ്യാൻ മാതിരി ഉള്ള അതിന് അനുസൂട്ടബിൾ ആയിട്ടുള്ള, ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ എല്ലാ തരത്തിലുള്ള അല്ലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേസ്റ്റ് കൈകാര്യം ചെയ്യാനുള്ള കിറ്റുകൾ അവിടെ കരുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ കെമിക്കൽ സ്പില്ലേജുമായി ബന്ധപ്പെട്ട അത് കൈകാര്യം ചെയ്യാനായിട്ട്, അത്തരത്തിലുള്ള ഡേഞ്ചറസ് വേസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട് എന്താണോ അവിടെ കരുതി വെച്ചിരിക്കുന്നത് അത് അനുസരിച്ചിട്ടുള്ള സ്പിൽ കിറ്റ് എടുത്ത് ആ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നത് അല്ലെ. യൂസ് suitable spill kits or to stick to the manufacturer's directives for the exact use of absorbent materials to clean up the spill. അവിടെ അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള മാലിന്യങ്ങളെ ആഗിരണം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പാഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ അത് ക്ലീൻ ചെയ്യുക. എന്താണ് അവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഓരോ സ്പിൽ കിറ്റിന്റെ അല്ലെ അവിടെ നിർമ്മാതാക്കൾ എന്താണോ ഡയറക്ഷൻ പറഞ്ഞിരിക്കുന്നത് ആ ഡയറക്ഷൻ അനുസരിച്ചിട്ട് തന്നെ അവിടെ ക്ലീൻ ചെയ്യുക. Then be cautious not to spread the chemical at the time of cleaning up. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ ഉണ്ടോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ക്ലീനിങ് അപ്പില് അവിടുത്തെ കിട്ടിയിരിക്കുന്നതിൽ എന്തെങ്കിലും എറർ ഉണ്ടോ? ക്ലീനിങ് അപ്പ് എന്ന് തന്നെയാണോ കൊടുത്തിരിക്കുന്നത്? അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുക? ഓക്കെ, യെസ്, ഓക്കെ ആണ്. അപ്പൊ ചേഞ്ച് ഒന്നും ചെയ്യരുത്, ക്ലീനിങ് അപ്പ് തന്നെയാണ്. അപ്പൊ എന്താണ് പറയുന്നത്, നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മാറ്റർ, ഒരിക്കലും സ്പ്രെഡ് ചെയ്ത് പോവുകയില്ല എന്ന് ഉറപ്പ് വരുത്തണം അല്ലെ. കോഷ്യസ് ആയിരിക്കും, നമ്മൾ അതില് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം തന്നെ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട്. Then dispose of waste. നമ്മൾ എല്ലാത്തിലും പറയുന്ന മാതിരി തന്നെ ഇവിടെയും വീണ്ടും പറയുന്നു, all materials that are coming into contact with the chemical should be thrown away as dangerous waste into labeled bags or containers. Adhere to local, state and federal regulations for the disposal of dangerous waste. അതായത് നമ്മൾ എപ്പോഴും അല്ലെ അവിടെ ചോർച്ച കൈകാര്യം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും രാസവസ്തുക്കളുടേതായിട്ടുള്ള ഒരു അല്ലെ അത്തരത്തിലുള്ള വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് തീർച്ചയായിട്ടും പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റിന്റെ അല്ലെ നമ്മുടെ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ എന്താണ് ഫെഡറൽ റെഗുലേഷൻസ് അതിന്റെ നടപടിക്രമങ്ങൾക്കൊക്കെ വിധേയമായിട്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള വേസ്റ്റുകളെയൊക്കെ നശിപ്പിച്ച് കളയാൻ പാടുള്ളൂ. അതനുസരിച്ചിട്ട് തന്നെയായിരിക്കണം വേസ്റ്റുകളെല്ലാം കളക്ട് ചെയ്ത്. എവിടെ കളക്ട് ചെയ്യണമെന്നാ പറയുന്നത്? കെമിക്കൽസ് ഷുഡ് ബി thrown away dangerous waste into labeled bags അല്ലെ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളും ഡേഞ്ചറസ് വേസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട് അല്ലെ. ഇൻ കേസ് നമുക്കറിയാം ആ മെറ്റീരിയൽസ് എന്തെങ്കിലും കെമിക്കലുമായി ബന്ധപ്പെട്ട് അവിടെ കെമിക്കൽ വേസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് അതുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റു മെറ്റീരിയൽസ് എല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നറിൽ നിക്ഷേപിക്കുകയും കൃത്യമായിട്ട് എന്താണ് ലോക്കലിന്റെയും സ്റ്റേറ്റിന്റെയും ഫെഡറൽ റെഗുലേഷൻസ് അല്ലെ അതിന്റെയൊക്കെ നിയമ നടപടികൾക്ക് വിധേയമായിട്ട് തന്നെ ആയിരിക്കണം അതെല്ലാം നശിപ്പിച്ച് കളയാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് അല്ലെ, നമ്മൾ എപ്പോഴും പറയുന്ന മാതിരി തന്നെ ലാസ്റ്റ് പോയിന്റ് എന്താണ്? റിപ്പോർട്ട് സ്പില്ല്. Spill should be reported to the concerned staff for documentation and investigation. ഇത്തരത്തിലുള്ള അതായത് നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ അതിന്റെ ഇൻവെസ്റ്റിഗേഷനും ഡോക്യുമെന്റേഷനും ഒക്കെ തയ്യാറാക്കി വെക്കണം അല്ലെ. അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള സ്റ്റാഫിന് വേണ്ടിയിട്ട് അത് തയ്യാറാക്കാനായിട്ട് വിട്ടുകൊടുക്കുക അല്ലെ. അപ്പൊ സാധാരണയായിട്ട് നമുക്കറിയാം എല്ലാ സ്പില്ലേജ് വേസ്റ്റും ഇത് ഇത്രയും കൂടി അല്ലെ കെമിക്കലൊക്കെ ആയതുകൊണ്ട് ഇത്രയും കൂടി ഡേഞ്ചർ ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് തന്നെ അവരുടെ എവിഡൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, spill should be reported to the concerned staff for documentation and investigation. ഇൻവെസ്റ്റിഗേഷൻ നടപടികൾക്ക് അല്ലെങ്കിൽ പേപ്പർ വർക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൺസേൺഡ് സ്റ്റാഫിനെ ആരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവരെ അതിന് വേണ്ടിയിട്ട് റിപ്പോർട്ട് കാര്യങ്ങൾക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക. ഓക്കെ അല്ലേ? രണ്ട് മൂന്ന് പോയിന്റ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്തത് ആയിട്ട് തോന്നുന്നില്ലേ? തോന്നുന്നുണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്.
കുറച്ച് പോയിന്റ്സ് മാത്രം. നമുക്കറിയാം ഇങ്ങനെ ഒരു സ്പില്ലേജ് വേസ്റ്റും കൂടി ഹോസ്പിറ്റലിൽ ഉണ്ട് അല്ലെ. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്, ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. കുറച്ച് പോയിന്റ്സ് കഴിയുമ്പോൾ നമുക്കറിയാം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഇനി അതിന്റെ ഒരു ഡയഗ്രാം നോക്കാം. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ്. ഈ ഡയഗ്രാം ഇങ്ങനെ തന്നെയാണോ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത്? ആണോ? ഈ പോയിന്റ്സ് ഇങ്ങനെ തന്നെയാണോ കിടക്കുന്നത്? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഓക്കെ, കയറുള്ള ഡയഗ്രാം ആണോ? അല്ല, ചില ഡീലക്സ് എന്നും പറയുന്നുണ്ട്, ഡിഫറൻസ് ഉണ്ടെന്നും പറയുന്നുണ്ട്. ഓക്കെ, വ്യത്യാസം ഉണ്ട് അല്ലെ. ഒരു ചെറിയ പോയിന്റ് അങ്ങോട്ട് ഇങ്ങനെ മാറിക്കിടപ്പുണ്ട് ഇല്ലേ? മൈനറില് നോട്ടിഫൈ അതേഴ്സ്. ഓക്കെ അല്ലെ. മേജറിലാണെങ്കിൽ അതർ ഇമീഡിയറ്റ് കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസർ. ആ ഒരു വേരിയേഷൻ വരുന്നില്ലേ? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് മാത്രം അങ്ങോട്ട് മാറിക്കിടപ്പുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി പോകുക. ഇഫ് മൈനർ ആണെങ്കിൽ നോട്ടിഫൈ അതേഴ്സ് അല്ലെ. അതേസമയം മേജർ ആണെങ്കിൽ അതർ ഇമീഡിയറ്റ്ലി കംപ്രസിംഗ് അല്ലെ കോംപ്രമൈസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസർ. പോയിന്റ് സെയിം ആണെന്നാണ് പറയുന്നത്. എന്തായാലും നേരത്തെയുള്ള പ്രിന്റ് ഔട്ട് ആണ് അത് ഉള്ളത്. ആക്ച്വലി ഒരു ചെറിയ വേരിയേഷൻ ഉണ്ട്. ഇല്ല എങ്കിലും മാറ്റം വന്നിട്ടില്ല എങ്കിലൊന്ന് നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്തേര്. ഫസ്റ്റ് പോയിന്റ് മാത്രം. അതായത് ഇഫ് മൈനർ ആണ് എങ്കിൽ നോട്ടിഫൈഡ് അതേഴ്സ് ആണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. മേജർ ആണെങ്കിൽ അതർ ഇമീഡിയറ്റ്ലി കോംപ്രമൈസിംഗ് അല്ലെ കംപ്രൈസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസർ. അതായത് നമ്മൾ മേജർ ആവുമ്പോൾ നമുക്കറിയാം എത്രയും പെട്ടെന്ന് അല്ലെ ഫയർഫോഴ്സ് പോലെയുള്ള അവരെ അറിയിക്കേണ്ടതുണ്ട്. കാരണം ആക്ച്വലി നമ്മളെ കൊണ്ട് അല്ലെ ഹോസ്പിറ്റലിലെ വ്യക്തികളെ കൊണ്ട് ഒന്നും അത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റാത്തതിനേക്കാളും വലുതാണ് അല്ലെ. മേജറാണ്, വലിയ അപകടമാണ്. ഓക്കെ, ക്ലിയർ ആയ ആ ഫസ്റ്റ് പോയിന്റ് ടെസ്റ്റിൽ കറക്റ്റ് ആണ്. അതാണ് ഞാൻ ചോദിച്ചത്. കറക്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഇൻ കേസ് ആയിട്ടില്ല എങ്കിൽ ഒരു ചെറിയ വേരിയേഷൻ വരുത്തിയത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ കണ്ട പോയിന്റ്സ് തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താ കണ്ടത്? ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ കണ്ടത് എന്താണ്? മൈനർ ഓർ മേജർ സ്പില്ല് അല്ലെ. അത് ആണോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റിന്റെ ഫസ്റ്റ് പോയിന്റ്. അത് തന്നെയാണ് ഡയഗ്രത്തിൽ പറയുന്നത്. ചെക്ക് മേജർ ഓർ മൈനർ സ്പില്ലേജ്. ചെറുതാണോ വലിയ അപകടമാണോ സംഭവിച്ചത്? വലിയൊരു സ്പില്ലേജ് ചോർച്ചയാണോ, കെമിക്കലിന്റെ ചോർച്ചയാണോ, അല്ലെങ്കിൽ ചെറിയ ചോർച്ചയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യും. കേസ് ഇപ്പൊ മൈനർ ആണെങ്കിൽ നമുക്കറിയാം കുറച്ചേ ഉള്ളൂ അല്ലെ. അത് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മൈനർ ആണെങ്കിൽ എന്താണ്? ഫസ്റ്റ് പോയിന്റ് നോട്ടിഫൈ അതേഴ്സ്, എല്ലാവരെയും അറിയിക്കുക ഇതാണ് ഇവിടെ ഒരു സ്പില്ലേജ് സംഭവിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കുക എന്താണ്? ഐസൊലേറ്റ് ഏരിയ, ഡൺ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതായത് നമ്മൾ ആ ഏരിയയിലേക്ക് ആരെയും കടത്തിവിടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് മാത്രമല്ല അവിടെ അത് കൈകാര്യം ചെയ്യാനായിട്ട് അതിനോട് സമ്പർക്കം പുലർത്തേണ്ട വ്യക്തി പ്രത്യേകമായിട്ട് തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആയിട്ടുള്ള നല്ല ഗ്ലൗസും ഗോഗിൾസും എല്ലാം ധരിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ നെക്സ്റ്റ് എന്താണ്? കൺട്രോൾ സ്പിൽ ഓഫ് ലിക്വിഡ് ബൈ എ കണ്ടെയ്നിങ് സ്പില്ല്, യൂസ് ആസിഡ് ഓർ ആൽക്കലി ആൻഡ് പ്ലേസ് അബ്സോർബന്റ് പാഡ്സ്. അതായത് നമ്മൾ ആ സ്പില്ലിനെ കൺട്രോൾ ചെയ്യണം അല്ലെ. ആ ഒരു ചോർച്ചയെ എത്രയും പെട്ടെന്ന് കൈകാര്യം ചെയ്യണം, അത് നിയന്ത്രിക്കണം അല്ലെ. എത്രയും പെട്ടെന്ന് അത് ഇല്ലാതാക്കണം. മാത്രമല്ല അവിടെ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ആ സ്പില്ലിനെ നമ്മൾ എത്രയും പെട്ടെന്ന് അല്ലെ നമ്മൾ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് അത് പുറത്തേക്കൊന്നും സ്പ്രെഡ് പോവാതിരിക്കാനായിട്ട് ആസിഡോ ആൽക്കലിയോ ഉപയോഗിച്ച് അവിടെ മതിയായ അബ്സോർബന്റ് പാഡ് ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. എന്താണ് അത് വൃത്തിയാക്കുന്നതോടൊപ്പം നമ്മൾ കണ്ട പോയിന്റ്സിലൊക്കെ പറയുന്ന മാതിരി തന്നെ ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു ദ റൂൾസ് അല്ലെ. അത് കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം. കൃത്യമായിട്ട് ഡേഞ്ചറസ് വേസ്റ്റ് എന്നുള്ള ലേബൽ ചെയ്ത കണ്ടെയ്നറിൽ തന്നെ അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ നിക്ഷേപിക്കണം. എന്താണ് ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ഏരിയ. അതായത് നമുക്കറിയാം മാനുഫാക്ചേഴ്സ്
പറയുന്ന തരത്തിലുള്ള അല്ലെ സ്പിൽ കിറ്റ് ഉപയോഗിച്ചിട്ട് ആ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യണം. തന്നെ റേസ് ഇൻസിഡന്റ് ഫോംസ് നമുക്കറിയാം അവസാനം ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനായിട്ട് കൺസേൺ അതോറിറ്റിയെ ആ പേഴ്സണെ അറിയിക്കും. അതാണ് ഇൻ കേസ് ഇഫ് മൈനർ ആണ് എങ്കിൽ മൈനർ സ്പില്ലേജ് ആണ് സംഭവിക്കുന്നതെങ്കിൽ. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ പഠിച്ച പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ഓക്കെ ആണോ? മൈനർ ആണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് നോട്ടിഫൈ അതേഴ്സ്. സെക്കൻഡ് പോയിന്റ് ഐസൊലേറ്റ് ഏരിയ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, അതായത് ആ ഏരിയയിലേക്ക് ആരെയും കടത്തി വിടാതിരിക്കാൻ. ഐസൊലേറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ കോവിഡിന്റെ ടൈമിലൊക്കെ അല്ലെ ആ ഏരിയയിലേക്ക് ആരെയും കടത്തി വിടാതെ ഒരു കണ്ടെയ്ൻമെന്റ് സോണാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പൊ അവിടേക്ക് നമുക്കറിയാം. പിന്നെ ആ ഒരു സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന വ്യക്തി അതിന്റെ അല്ലെ എന്തെങ്കിലും രാസവസ്തുക്കളുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം ഒഴിവാക്കാനായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിട്ടായിരിക്കും അവര് അവിടേക്ക് വരുന്നത്. എന്താണ് പ്രധാനമായിട്ട് നമുക്കറിയാം, ആ സ്പില്ല് എത്രയും പെട്ടെന്ന് ആ ചോർച്ച ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. അവിടെ ആസിഡ് മക്കളേക്ക് ഉപയോഗിച്ചിട്ട് ആ പ്ലേസുകൾ മതിയായ അബ്സോർബന്റ് പാഡൊക്കെ ഉപയോഗിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആ സ്പില്ലിനെ മാറ്റിയെടുക്കുക അല്ലെ അതിനെ ക്ലീൻ ചെയ്തെടുക്കുക. ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു ദ റൂൾസ്. നമുക്കറിയാം അത്തരത്തിലുള്ള മെറ്റീരിയൽസ് എല്ലാം കൃത്യമായിട്ടുള്ള വേസ്റ്റ് ബിന്നിൽ തന്നെ നിക്ഷേപിക്കുക. ഡേഞ്ചറസ് വേസ്റ്റ് എന്നുള്ള ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ തന്നെയൊക്കെ നിക്ഷേപിക്കുക. ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ഏരിയ. നമുക്കറിയാം അല്ലെ കൃത്യമായിട്ട് തന്നെ ഏതെങ്കിലും സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്യണം അല്ലെ, അണുവിമുക്തമാക്കേണ്ടതുണ്ട്. അതനുസരിച്ചിട്ട് തന്നെ അണുവിമുക്തമാക്കുക. റേസ് ഇൻസിഡൻസ് ഫോംസ് നമ്മൾ ലാസ്റ്റ് പറയുന്ന മാതിരി തന്നെ ഡോക്യുമെന്റേഷൻ വർക്കുകൾക്കൊക്കെ ആയിട്ട് കൺസേൺഡ് സ്റ്റാഫിനെ വിട്ടുകൊടുക്കും. ഓക്കെ അല്ലേ? ആണോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് മേജറിലേക്ക് കിടക്കാം. മേജറിലേക്ക് പറയുമ്പോൾ എന്താ പറയാ? അത് വലുതാണ് അല്ലെ, അപകടം എന്ന് പറയുന്നത് വലുതാണ്. അപ്പൊ എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് കൺസേൺ അല്ലെ കൃത്യമായിട്ട് തന്നെ അത് ആ ഒരു സ്പില്ല് അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അത് ഇമ്മീഡിയറ്റ്ലി കംപ്ലൈൻസ് എന്താണ് സേഫ്റ്റി ഓഫീസർ അല്ലെ അവരെ അറിയിക്കേണ്ടവരെ അറിയിക്കണം. നെക്സ്റ്റ് എന്താണ് എവിക്ട് ദ ഏരിയ, എല്ലാവരെയും അവിടെ നിന്ന് ഒഴിവാക്കണം അല്ലെ. എല്ലാ ഭാഗത്തും നമുക്കറിയാം ആ ഭാഗത്തു നിന്ന് നേരത്തെ ആണെങ്കിലും എല്ലാവരെയും അറിയിക്കണം. ആ ഭാഗത്തേക്ക് ആരെയും കടത്തി വിടരുതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ മാത്രമേ തന്നെ ഇവിടെ നമുക്കറിയാം കുറച്ചും കൂടി മേച്ചാണ് അല്ലെ. ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഓരോ ഭാഗത്തേക്ക് എന്നെ ആരെയും കടത്തി വിടാതെയൊക്കെയുള്ള സ്പെഷ്യൽ കൺസിഡറേഷൻ അവർക്കൊക്കെ കൊടുക്കേണ്ടതുണ്ട് അല്ലെ. ആ ഭാഗത്തേക്ക് ആരെയും കടത്തി വിടരുത്, എല്ലാവരെയും ഒഴിവാക്കണം. പ്രിവെന്റ് അതർ ഫ്രം എൻറ്ററിംഗ് ദ ഏരിയ, അതായത് ആരും ആ ഭാഗത്തേക്ക് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലും കൂടി എടുക്കേണ്ടതുണ്ട്. ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ വാച്ച് ഫോർ, നമുക്കറിയാം അവിടെയുള്ള ഹോസ്പിറ്റലിലെ ജീവനക്കാരെ കൊണ്ടൊന്നും അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. ഇപ്പൊ ഫയർഫോഴ്സും അവരൊക്കെ വരുന്നവരേക്കും പക്ഷെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് വാച്ച് ഫോർ ഫയർ ഇഫ് ഫ്ലെയിമബിൾ കെമിക്കൽസ് ആൻഡ് മാനേജ് പ്രോപ്പർലി. കേസ് വല്ല പൊട്ടിത്തെറിയും വരുന്നുണ്ടോ, അപകടം അങ്ങനെ അത്രയും വലുതായിട്ട് വരികയാണെങ്കിൽ കേസ് ഫയർഫോഴ്സും എല്ലാവരും എത്തുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാം. വാച്ച് ഫോർ ഫയർ ഇഫ് ഫ്ലെയിമബിൾ കെമിക്കൽസ് ആൻഡ് മാനേജ് പ്രോപ്പർലി. ആ ടൈമിനനുസരിച്ചിട്ട് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിരീക്ഷിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുക. നമുക്കറിയാം അവിടെയുള്ള ഒരു നിശ്ചിത പേഴ്സൺ കൊണ്ട് ആ കെമിക്കൽസ് വില്ലേജ് വേസ്റ്റിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. അത്രയും വലുതാവുമ്പോഴാണ് മേജർ ആവുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കറിയാം നമ്മുടെ അല്ലെ ഇത് അടിച്ചമർത്താൻ തക്ക വിധത്തിലുള്ള എന്താണ് അതോറിറ്റിയെ തന്നെ കേസ് ഫയർഫോഴ്സിനെയൊക്കെ അറിയിക്കേണ്ടതായിട്ട് വരും. പിന്നെ അവർ ചെയ്യുന്ന നടപടിക്രമങ്ങളായിരിക്കും തുടർന്ന് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് പൊട്ടിത്തെറി അല്ലെ, ഈ കത്ത് പിടിക്കാനായിട്ട് സാധ്യതയുള്ള കൂമ്പാരങ്ങളൊക്കെ ക്ലിയറായോ?
then വായിച്ചു നോക്കിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. മിക്കപ്പോഴും ഈ പോയിന്റ്സിൽ പ്രധാനമായിട്ടൊക്കെ മേജർ ആണെങ്കിൽ മൈനർ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, മേജർ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. ഓക്കെ, ആദ്യത്തെ ഇൻ കേസ് നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, evaluate the status on like a minor or major spill അല്ലെ. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ എന്താ നമുക്കറിയാം, അത് കെമിക്കൽ സ്പില്ലേജ് മൈനർ ആണോ മേജർ ആണോ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ചെറുതാണ് എങ്കിൽ എന്താണ്, മൈനർ ആണെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, കൂടുതലാണ് എങ്കിൽ അത് മേജർ ആണെങ്കിൽ വലുതാണെങ്കിൽ നമുക്കറിയാം അവിടെയുള്ള വ്യക്തിയിലേക്കുള്ളൊന്നും അത് അടിച്ചമർത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇൻ കേസ് ഫയർഫോഴ്സിന്റെയൊക്കെ സഹായം തേടേണ്ടി വരും. ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കേണ്ടവരെ അറിയിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കുകയാണെങ്കിൽ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. എന്താണ് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്താണ് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞായിരുന്നു. റേഡിയേഷനും കാര്യങ്ങളൊക്കെ നടപ്പാക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലും അതിന്റെ ചെറിയ തോതിലുള്ള ലീക്ക് ഔട്ടുകൾ സ്പില്ലേജുകളൊക്കെ എന്താണ് എന്ന് പറയാം, റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് എന്ന ഗണത്തില് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ നമുക്കറിയാം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സ്പില്ലേജുകൾ എന്താണ്, അവിടുത്തെ ആരോഗ്യത്തിനെയും അതോടൊപ്പം തന്നെ എൻവയോൺമെന്റിനെയൊക്കെ അല്ലെ എഫക്ട് ചെയ്യോ? ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് നോക്കാം, റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് ക്യാൻ ബി ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ദ എൻവയോൺമെന്റ്. Step to be taken for managing radioactive spillage waste. നമുക്കറിയാം റേഡിയോആക്റ്റീവ് സ്പില്ലേജുകൾ എന്താണ് നമുക്കറിയാം അല്ലെ, നമ്മുടെ ശരീരത്തിനെയും അതോടൊപ്പം തന്നെ പരിസ്ഥിതിയെയും രാസപ്രവർത്തന കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അല്ലെ, ആരോഗ്യത്തിനെയും അതേമാതിരി തന്നെ നമ്മുടെ പരിസ്ഥിതിയെയും ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടതുണ്ട് അല്ലെ. റേഡിയോആക്റ്റീവ് സ്പില്ലേജ് ക്യാൻ ബി ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ദ എൻവയോൺമെന്റ്. സ്റ്റെപ്പ് ടു ബി ടേക്കൺ ഫോർ മാനേജിങ് റേഡിയോആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള സ്റ്റെപ്പുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ എവക്യുവേറ്റ് ദ ഏരിയ. എന്താണ് എവക്യുവേറ്റ് ദ ഏരിയ എന്ന് പറയുന്നത്? നമ്മളെല്ലാ പോയിന്റിലും പറയുന്ന കുറെ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഇതിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നുള്ളൂ. എന്താണ്? ഓക്കെ, പുറത്താവും. ഓക്കെ, ഒഴിഞ്ഞു മാറുക അല്ലെ. എവക്യുവേറ്റ് ദ ഏരിയ, ആ ഏരിയയിൽ നിന്ന് പുറത്ത് കിടക്കുക, ആ ഏരിയയിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. If the spill is notable, evacuate the area and call emergency services. In case നമ്മളത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഇങ്ങനെയൊരു റേഡിയേഷൻ അല്ലെ റേഡിയോആക്റ്റീവ് മെറ്റീരിയൽസിന്റെ സ്പില്ലേജ് വേസ്റ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടത് എത്രയും പെട്ടെന്ന് ആ ഭാഗത്തു നിന്ന് ഒഴിഞ്ഞു പോവുക, അവരെ അറിയിക്കുക അല്ലെ. പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് personnel should be used after personal protective equipment such as gloves, goggles and respirators before going to the spill to avoid a connection with the radioactive material and prevent. അതായത് നമുക്കറിയാം ഇൻ കേസ് അതുമായി ബന്ധപ്പെട്ട അല്ലെ സമ്പർക്കം ഏർപ്പെടാതെ തന്നെ അത് ക്ലീൻ ചെയ്യാൻ എടുക്കേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. കാരണം അതിന്റെ ഹ്യൂമൻ ബോഡിയെ എഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ആ സ്പില്ലേജ് എഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ധരിച്ചിട്ട് വേണം അതുമായിട്ടുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടപ്പാക്കാനായിട്ട്. അപ്പൊ അതിൽ പെടാവുന്ന സ്പില്ലേജ് അല്ലെ നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമുക്കറിയാം, ഗ്ലൗസ്, ഗോഗിൾസ് ആൻഡ് റെസ്പിറേറ്റേഴ്സ് അല്ലെ, നമ്മുടെ ശ്വാസത്തെ ബാധിക്കുന്ന മാസ്കുകള്, അതോടൊപ്പം തന്നെ എന്താണ് കണ്ണുകള് അല്ലെ അതിലേക്ക് നേരിട്ട് തന്നെ ബന്ധം പുലർത്താതിരിക്കാനുള്ള ഗോഗിൾസുകള്, ഗ്ലൗസുകൾ, കയ്യുറകളൊക്കെ ധരിച്ചിട്ട് വേണം അതുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനായിട്ട്, ആ സ്പില്ലേജുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാനായിട്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കണ്ടെയ്ൻ ദ സ്പില്ല്. അതായത് നമുക്കറിയാം ആ സ്പില്ല് അല്ലെ തടയല് അല്ലെ, അത് സ്പ്രെഡ് ചെയ്ത് പോവാതെ നമുക്ക് എത്രയും പെട്ടെന്ന് അത് തടഞ്ഞു നിർത്തണം. യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽ ആയിട്ട് സാൻഡ് ഓർ അബ്സോർബന്റ് പാഡ്സ് ടു കണ്ടെയ്ൻ ദ സ്പിൽ ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്.
നമുക്കറിയാം അത് ആ സ്പില്ലേജ് കൂടുതൽ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോവാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ട് മതിയായ രീതിയിൽ വലിച്ചെടുക്കാൻ പറ്റുന്ന അബ്സോർബന്റ് പാഡുകൾ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ സാൻഡ് അല്ലെ മണലുകളൊക്കെ ഉപയോഗിച്ച് അത് എത്രയും പെട്ടെന്ന് അതിന്റെ ആ ഒരു സ്പ്രെഡിങ് തടഞ്ഞു നിർത്താനായിട്ട് ശ്രമിക്കാം. Then pack the material in a label the radioactive waste bag and discard disposal. അതായത് തിരിക്കുക അല്ലെ, പാക്ക് ചെയ്യുക പറഞ്ഞാൽ തരംതിരിക്കുക. നമുക്കറിയാം ഇത്രയും കൂടി അല്ലെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തന്നെ അല്ലെ എന്താണ് നമുക്ക് കൃത്യമായിട്ട് തന്നെ റേഡിയോആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് കൃത്യമായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെ, ലേബൽ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പാക്ക് ദ മെറ്റീരിയൽ ഇൻ എ ലേബൽഡ് റേഡിയോആക്റ്റീവ് വേസ്റ്റ് ബാഗ് ആൻഡ് ഡിസ്കാർഡ് ഡിസ്പോസൽ. കൃത്യമായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ടാവും. റേഡിയോആക്റ്റീവ് വേസ്റ്റ് ബാഗ് അങ്ങനെ ലേബൽ ചെയ്തിട്ടുള്ള വേസ്റ്റ് ബാഗിൽ തന്നെ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ നിക്ഷേപിക്കണം. എടുത്തു പോണതിലെ പ്രശ്നങ്ങളെല്ലാം അറിയാവുന്ന പോയിന്റ്സ് അല്ലേ? സ്ലോ ചെയ്ത് പറയണോ? ഓക്കെ, നമുക്ക് കഴിഞ്ഞ പോയിന്റ്സിന്റെ ഒക്കെ റിപ്പീറ്റേഷൻ തന്നെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പോകുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് പോവാം. ക്ലീൻ അപ്പ് ദ സ്പില്ലിൽ എന്താ പറയുന്നത്? യൂസ് സ്യൂട്ടബിൾ സ്പിൽ കിറ്റ്സ് ഓർ അഡ്ഹെയർ ടു ദ മാനുഫാക്ചേഴ്സ് ഡയറക്ടീവ്സ് ഫോർ ദ പ്രോപ്പർ യൂസ് ഓഫ് അബ്സോർബന്റ് മെറ്റീരിയൽസ് ടു ക്ലീൻ അപ്പ് ദ സ്പില്ല്. അതായത് നമുക്കറിയാം അവിടെ ക്ലീൻ ചെയ്യണമെങ്കിൽ അല്ലെ അവര് ഇത്തരത്തിലുള്ള റേഡിയോആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് ആവുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാനുഫാക്ചേഴ്സ് എന്താണോ അത്തരത്തിലുള്ള ഭാഗങ്ങളെല്ലാം അല്ലെ ആ ഒരു റേഡിയോആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റിനെ കൈകാര്യം ചെയ്യാനായിട്ട് എന്താണോ സ്പിൽ കിറ്റില് കരുതിയിരിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് തന്നെ ആ ഭാഗങ്ങളെല്ലാം അവര് പറയുന്ന ഡയറക്ഷനിൽ തന്നെ ഉപയോഗിച്ചിട്ട് ആ ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്തെടുക്കുക. കോഷ്യസ് നോട്ട് ടു സ്പ്രെഡ് ദ റേഡിയോആക്റ്റീവ് മെറ്റീരിയൽസ് ഡ്യൂറിംഗ് ക്ലീൻ അപ്പ്. എന്താണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്? ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യം ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ടോ? ഓക്കെ, ഇവിടെ സൈൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കൃത്യമായിട്ട് തന്നെ ഓക്കെ സ്പ്രെഡ് ചെയ്യാതെ ഓക്കെ പോയിന്റ്സ് പകുതിയായിട്ട് പറഞ്ഞു അല്ലെ. അതായത് അത് ശരിയാണ്, സ്പ്രെഡ് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കാം അല്ലെ. ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് ഒരിക്കലും മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ അല്ലേ? ആ ശരിയല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ക്ലീൻ അപ്പ് ദ സ്പിൽ. ക്ലീൻ അപ്പ് ദ സ്പിൽ എന്താ പറയുന്നത്? യൂസ് സ്യൂട്ടബിൾ സ്പിൽ കിറ്റ്സ് or adhere to manufacturers directives for the proper use of absorbent materials to clean up the spill. Cautious note to spread the radioactive materials clean up. Then dispose waste. അപ്പൊ നമ്മൾ കണ്ടെയ്നർ സ്പില്ലിലും എന്താണ് ക്ലീൻ അപ്പ് ദ സ്പില്ലിലും ഒക്കെ നമ്മൾ കുറച്ചും കൂടി ഒരു അല്ലെ അതിന്റെ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. അതായത് അതുമായിട്ട് സമ്പർക്കം പുലർത്തിയിട്ടുള്ള ആ റേഡിയോആക്റ്റീവ് മെറ്റീരിയൽസുമായിട്ട് ബന്ധം പുലർത്തിയിട്ടുള്ള എന്താണ് മെറ്റീരിയൽസ് എല്ലാം തന്നെ കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കണം. അത് മാത്രമല്ല അവിടെ ക്ലീൻ ചെയ്യുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ അല്ലെ കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ തന്നെ നിക്ഷേപിക്കണം. അവിടെ ശ്രദ്ധിക്കണം ക്ലീൻ ചെയ്യുമ്പോൾ സ്പ്രെഡ് ചെയ്ത് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പൊ ഡിസ്പോസ് ഓഫ് വേസ്റ്റ് നോക്കുക. ഓൾ മെറ്റീരിയൽസ് ദാറ്റ് കം ഇൻ ടു കോൺടാക്ട് വിത്ത് ദ റേഡിയോആക്റ്റീവ് മെറ്റീരിയൽ ഷുഡ് ബി ഡിസ്കാർഡഡ് ആസ് എ റേഡിയോആക്റ്റീവ് വേസ്റ്റ് ബിൻ ലേബൽഡ് ബാഗ്സ് ഓർ കണ്ടെയ്നർ. അല്ലെ, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ വേസ്റ്റ് ബിന്നിൽ തന്നെയാണ് നിക്ഷേപിക്കേണ്ടത്. എന്ത് വേസ്റ്റ് ബിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? ഡേഞ്ചറസ് വേസ്റ്റ് എന്നാണോ ബയോ ഹാസാർഡ് വേസ്റ്റ് എന്നാണോ? ഏത് വേസ്റ്റ് ബിൻ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? ഡേഞ്ചറസ് റേഡിയോആക്റ്റീവ് വേസ്റ്റ് ബിൻ അല്ലെ. അത് അവിടെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. എവിടെയാണ് നിക്ഷേപിക്കുന്നത്? ഓക്കെ, റേഡിയോആക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റ് ബിന്നിൽ ലേബൽ ചെയ്തിരിക്കുന്ന കൃത്യമായിട്ട് തന്നെ ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിലാണ് റേഡിയോആക്റ്റീവുമായിട്ട് ബന്ധപ്പെടുന്ന മെറ്റീരിയൽസ് ഒക്കെ നിക്ഷേപിക്കേണ്ടത്. എന്താണ്? ഫോളോ ലോക്കൽ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് റേഡിയോആക്റ്റീവ് വേസ്റ്റ്. ഈ റേഡിയോആക്റ്റീവ് വേസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോഴും ആരുടെയൊക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്ന നടപടിക്രമങ്ങൾക്ക് വിധേയമായിട്ടാണ് അത് നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റുള്ളൂ. ആരുടെയൊക്കെ
നടപടിക്രമങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും? ലോക്കൽ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങള്, അതേമാതിരി തന്നെ സ്റ്റേറ്റിന്റെ നിയമ നടപടിക്രമങ്ങള്, ഫെഡറലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം ഫോളോ ചെയ്തിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാകാം. അതും പോയിന്റ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ, വിച്ച് എന്തിന്റെയൊക്കെ നടപടിക്രമങ്ങൾ ഫോളോ ചെയ്തിട്ടായിരിക്കണം റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ കൈകാര്യം ചെയ്യണമേ, അല്ലെങ്കിൽ ഡേഞ്ചറസ് വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുമ്പോൾ എന്തിന്റെയൊക്കെ നടപടിക്രമങ്ങൾ, ആരുടെയൊക്കെ നടപടിക്രമങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ മസ്റ്റ് ആയിട്ട് നോക്കുക ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് അറിയാവുന്നതുപോലെ തന്നെ റിപ്പോർട്ട് ദ സ്പിൽ ഷുഡ് ബി intimated to the concerned staff for documentation and investigation. അതായത് നമുക്കറിയാം അത് ആരുടെയെങ്കിലും പരിഗണനയില്ല അല്ലെ, കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റാഫിന്റെ പരിഗണനയില്ല, അവരുടെ ഇൻവെസ്റ്റിഗേഷൻ, അവരുടെ പരിശോധനകളും കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങളൊക്കെ നടത്തി റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം പിന്നീട് ആവശ്യങ്ങൾ അല്ലെ, പിന്നീട് എന്തെങ്കിലും സാഹചര്യങ്ങളിൽ നമുക്കൊരു എവിഡൻസും കൂടിയാണ്. അപ്പൊ എന്താണ് അവർക്കായിട്ട് വിട്ടുകൊടുക്കണം. സ്പിൽ ഷുഡ് ബി intimated to the concerned staff for documentation and investigation. Okay, clear അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കാം. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ കുറച്ച് റിപ്പീറ്റേഷൻ വരുന്നുണ്ട് അല്ലെ, അപ്പൊ അതുകൊണ്ട് തന്നെ സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് നോക്കാം, ഏതെങ്കിലും കിട്ടാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ ആണോ? അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് 1-2 പോയിന്റും കൂടിയുള്ള സ്പില്ലേജ് വേസ്റ്റിന്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട്. നെക്സ്റ്റ് നോക്കുമ്പോൾ എന്താണ് സ്പിൽ ഇൻ ലബോറട്ടറി ഏരിയ, എന്താണ് മൈക്രോബയൽ കൾച്ചർ. അതായത് നമുക്കറിയാം ലബോറട്ടറി ഏരിയകളിലും അല്ലെ, സൂക്ഷ്മ നിരീക്ഷണ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിരിക്കുന്ന സ്ഥലങ്ങളിലും സ്പില്ലേജ് വേസ്റ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉണ്ടാവില്ലേ, ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് വിധേയമാകുമ്പോഴോ അല്ലെങ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴൊക്കെ സ്പില്ലേജ് വേസ്റ്റ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഉണ്ടാവോ? ഉണ്ട് അല്ലെ, കാരണം നമുക്കറിയാം അതിന്റെയൊക്കെ സംസ്കരണം, സൂക്ഷ്മജീവികളുടെ ഒക്കെ സംസ്കരണത്തിനൊക്കെ വേണ്ടിയിട്ട് ഒക്കെ ഇതൊക്കെ വെക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അല്ലെ കെമിക്കലൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ചെറിയ രീതിയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് പോകാനൊക്കെയായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സമയത്ത് നമുക്കറിയാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ എടുക്കേണ്ടതുണ്ട്. എന്താണ് യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, ലാബ് കോട്ട്, കെമിക്കൽ resistant gloves, then safety glasses and mask, then notify all persons in immediate area and vacate the area. അതായത് സെക്കൻഡ് പോയിന്റ് ആയിട്ടാണ് അത് വരുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാം അതുമായി ബന്ധപ്പെട്ട ഒരു സമ്പർക്കത്തിൽ ഏർപ്പെടാൻ പോകുന്നുണ്ട് എങ്കിൽ അതിന് മുന്നായിട്ടുള്ള അല്ലെ ഹെൽത്തിന് പ്രൊട്ടക്ഷൻ കിട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ലാബ് കോട്ട്, ദെൻ കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ് അല്ലെ, നമ്മുടെ ഈ കെമിക്കൽ ആയതുകൊണ്ട് തന്നെ അതിന് പ്രിവെന്റീവ് ആയിട്ട് അതിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഗ്ലൗസുകള്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാസ്ക്. നമുക്കറിയാം നമ്മുടെ ശ്വാസത്തിലോ അല്ലെങ്കിൽ ഒന്നിലും സ്കിന്നിലാണെങ്കിലും പരസ്പരം സമ്പർക്കം പെടാത്ത തരത്തിലുള്ള മാസ്കും കാര്യങ്ങളൊക്കെ ധരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നോട്ടിഫൈ അല്ലെ, ഇങ്ങനെ ഒരു സ്പില്ലേജ് വേസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ്ലി എന്താണ് നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ ആൻഡ് വെക്കേറ്റ് ഏരിയ, അവരൊക്കെ അറിയിക്കുക ഈ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, മാർക്ക് എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തിരുത്തി കാണുമെന്ന് ഓർത്തിട്ടാണ് ഞാനത് പറയാതില്ല. മാസ്ക് എന്നാണ്, ഗ്ലാസസ് ആൻഡ് മാസ്ക്. ടെക്സ്റ്റിലും ഇങ്ങനെ തന്നെയാണോ മാർക്ക് എന്നാണോ കിടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മാസ്ക് എന്നൊന്ന് തിരുത്തിയാലേ.
സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാസ്ക്, അതായത് നമുക്കറിയാം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആയിട്ടുള്ള മാസ്കുകളൊക്കെ ധരിക്കണം എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കുക, നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ ആൻഡ് വെക്കേറ്റ് ഏരിയ, അതായത് മറ്റുള്ളവരെ അറിയിക്കുക ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു അല്ലെ, പെട്ടെന്ന് തന്നെ ഒരു സ്പില്ലേജ് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആ ഭാഗത്തുനിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് എല്ലാവരെയും അറിയിക്കുക. നെക്സ്റ്റ് എന്താണ്, കവർ ദ സ്പില്ല് വിത്ത് ദ അബ്സോർബന്റ് മെറ്റീരിയൽ ഡ്രെഞ്ച്ഡ് ഇൻ റൈറ്റ് ഡിസിൻഫെക്റ്റന്റ്, അതായത് നമ്മളിപ്പോ ഒരു സ്പില്ലേജ് സംഭവിച്ചു അല്ലെ, ഏതെങ്കിലും ഒരു ലാബിന്റെ അല്ലെ എന്തെങ്കിലും രോഗനിർണയം നടത്തിക്കൊണ്ടിരിക്കാതെ സംഭവിച്ചതൊക്കെ ആയിരിക്കാം. അപ്പൊ ആ ഒരുപാട് വലിയ സ്പ്രെഡിങ് സംഭവങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, ചെറിയ രീതിയിലുള്ള കെമിക്കൽ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അത് കൈകാര്യം ചെയ്ത് രോഗനിർണയം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ചെറിയതാണ് എങ്കിലും അത് ഡേഞ്ചറസ് ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അത് കൈകാര്യം ചെയ്യണം. അപ്പൊ കവർ ദ സ്പിൽ വിത്ത് അബ്സോർബന്റ് മെറ്റീരിയൽ ഡ്രെഞ്ച്ഡ് ഇൻ ദ റൈറ്റ് ഡിസിൻഫെക്റ്റന്റ്, അതായത് അണുവിമുക്തമാക്കാൻ പറ്റുന്ന ലായനിയില്, ഡ്രെഞ്ച്ഡ് എന്ന് വെച്ചാൽ നനച്ചു വെച്ചിട്ട് അല്ലെ മുക്കി വെച്ചിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള സ്പില്ലേജ് സംഭവിച്ചിരിക്കുന്ന പ്ലേസുകളിലെല്ലാം മൂടി വെക്കേണ്ടതാണ്. അതായത് അത് അണുവിമുക്തമാക്കാനായിട്ട് ചിലപ്പോൾ കുറച്ച് സമയം അത്തരത്തിലുള്ള ലായനിയിൽ മുക്കി വെച്ചിട്ട് മാത്രമാണ് അവിടെ അണുവിമുക്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അതില് ചില അണുനാശികളെ നമുക്കറിയാം കുറച്ച് സമയം അവിടെ രാസപ്രവർത്തനങ്ങൾക്ക് ശേഷമായിട്ടായിരിക്കും അവിടുത്തെ അണുക്കളൊക്കെ നശിച്ചു പോകുന്നത്. അപ്പൊ അത്രയും നേരം അവിടെ എന്താവശ്യമാണ്, ആ ഒരു അല്ലെ ഏതെങ്കിലും ഒരു തുണിയോ പാഡുകളൊക്കെ എന്താണ് നമ്മുടെ സൊല്യൂഷന്റെ കണ്ടന്റോട് കൂടിയിട്ടുള്ള രീതിയിലുള്ള ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷന്റെ കണ്ടന്റ് അവിടെ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പാടുകൾ അത്രയും സമയം അവിടെ മൂടി വെക്കേണ്ടതുണ്ട്. അതായത് എന്തെങ്കിലും സ്പില്ലേജ് സംഭവിച്ചിരിക്കുന്ന ഭാഗത്ത് അവിടെ ഒരു ബ്രാക്കറ്റിൽ അതിന്റെ ഒരു സൊല്യൂഷന്റെ കണ്ടന്റ് പറയുന്നുണ്ട്. എന്താണ്, ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ വിത്ത് concentration of 1.0% available, chlorine 18%, 80% ethanol, അതായത് ഇത്രയും അല്ലെ 1% ക്ലോറിൻ 1.0% ക്ലോറിനും 80% എത്തനോളും ഉള്ള ഹൈഡ്രോക്ലോറൈഡ് ലായനിയിലാണ് ഇത്തരത്തിലുള്ള പാഡുകളെല്ലാം മുക്കി വെക്കേണ്ടത്. ദെൻ ആ മുക്കി വെച്ചിരിക്കുന്ന ആ പാഡുകളാണ് എന്താണ് ഇത്തരത്തിലുള്ള സ്പ്രെഡ് ചെയ്തിരിക്കുന്ന സ്പില്ലേജ് വേസ്റ്റ് പ്ലേസുകളിലെല്ലാം അണുവിമുക്തമാക്കാനായിട്ട് അണുക്കളൊക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ആ ലായനിയിൽ മുക്കിയിരിക്കുന്ന പാഡുകൾ അവിടെ കുറച്ച് സമയം അവിടെ എന്താണ് ചേർത്ത് വെക്കണം, സ്റ്റിക്ക് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പറ്റി പിടിപ്പിച്ച് നിർത്തണം. ക്ലിയർ ആയോ എന്താന്നുള്ളത്? പിന്നെ അവിടെ ടൈം ഡ്യൂറേഷൻ കൂടി പറയുന്നുണ്ട്. ലീവ് 10 to 30 minutes ആഫ്റ്റർ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ അറൌണ്ട് ദ സ്പില്ല്, അതായത് അവിടെ നമുക്കറിയാം ഇത്തരത്തിലുള്ള ആ ഒരു അണുക്കളൊക്കെ നശിച്ചു പോകണമെങ്കിൽ അല്ലെ ആ ലൈനിയൊക്കെ ഇത്രയും ടൈം അവിടെ യൂസ് ചെയ്യണം. കുറച്ച് സമയം ഉപയോഗിച്ചാൽ മാത്രമാണ് ആ ഭാഗത്തെ അത്രയും സ്പ്രെഡിങ് ഒന്നും ഇല്ലാതെ തന്നെ അണുക്കളൊക്കെ നഷ്ടമാകാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻ ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അത്രയും ഭാഗം ജസ്റ്റ് വായിച്ചു നോക്കുക. അപ്പൊ ചോർച്ച സംഭവിച്ചിരിക്കുന്ന ഭാഗത്ത് ഇത്തരം അബ്സോർബന്റ് പാഡുകൾ മുക്കി വെച്ചിരിക്കുന്ന ലൈനിൽ മുക്കി വെച്ചിരിക്കുന്ന പാഡുകൾ അവിടെ യൂസ് ചെയ്യാം. പിന്നെ ചോർച്ചയ്ക്ക് ചുറ്റും അല്ലെ ആ പ്ലേസിനോട് ചുറ്റുമൊക്കെ എന്താണ് ഉപയോഗിക്കുക, നമ്മൾ ഇത്രയും അല്ലെ നമ്മുടെ സൊല്യൂഷൻ ഒക്കെ അല്ലെ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻസ് ഒക്കെ ആ ഭാഗത്തൊക്കെ ഒരു 10-30 മിനിറ്റത്തേക്ക് എന്താണ് ആ ലൈനിയൊക്കെ ഉപയോഗിക്കുക, അത് ഒഴിച്ചു വെക്കുക. ദെൻ വീണ്ടും അതിന്റെ പോയിന്റ്സ് കണ്ടിന്യൂവേഷൻ പറയുന്നുണ്ട്. റബ് ദ നിയർ ബൈ ഏരിയ യൂസിങ് ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻസ്, അതായത് ആ ഭാഗമൊക്കെ ഈ ലായനിയിൽ വെക്കുക, അതുകൊണ്ട് റബ്ബ് ചെയ്ത് ഉറച്ചൊക്കെ അല്ലെ അവിടുത്തെ അണുക്കളൊക്കെ നഷ്ടപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. Then clean the spillage and disinfectant solution and shift all polluted material to an appropriate waste container. അതായത് അവിടെ ക്ലീൻ ചെയ്യുക, നമ്മൾ എത്രയും പെട്ടെന്ന് അണുവിമുക്തമാക്കുക. പിന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ ഒരു സ്പില്ലേജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം കൃത്യമായിട്ടുള്ള വേസ്റ്റ് കണ്ടെയ്നറിൽ തന്നെ നിക്ഷേപിക്കുക. If the spillage is huge or including എന്താണ് extremely infectious microorganism, laboratory may need to be decontaminated with a formaldehyde gas by a qualified staff before further use raise exports.
അതായത് ഇൻ കേസ് അവിടെ കുറച്ചും കൂടി മേച്ചറാണെങ്കിൽ അല്ലെ, ആ ഭാഗം മൊത്തം ആ ക്യാബിൻ മുഴുവനും നമുക്ക് എന്താണ് അണുവിമുക്തമാക്കേണ്ടതുണ്ട് അല്ലെ. അങ്ങനെ ഉണ്ടാവുമോ? അതായത് നമ്മൾ എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് അല്ലെ അത് കയ്യിലൊക്കെ തെറിച്ചു പോയിട്ട് കെമിക്കലൊക്കെ എല്ലാവർക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് പോയി വെച്ചോ, അപ്പൊ ഇച്ചിരി കൂടി ഡേഞ്ചറാണ് അല്ലെ. ആ ഒരു ഭാഗത്ത് നിശ്ചിത ഭാഗത്ത് മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അത് ഇച്ചിരി കൂടി വലുതാണ് അല്ലെ. അങ്ങനെ വലുതാണ് എങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം വലിയൊരു ചോർച്ചയാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ക്യാബിനില് നമുക്കറിയാം അതിന് ചുറ്റും അല്ലെ ഫോർമാലിഡിഹൈഡ് വാതകം ഉപയോഗിച്ചിട്ട് തന്നെ ഇൻഫെക്ഷൻസ് അണുബാധയൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എന്താണ് ഫോർമാലിഡിഹൈഡ് വാതകം ഉപയോഗിച്ചിട്ട് തന്നെ അവിടെ അണുമുക്തമാക്കേണ്ടതുണ്ട്. ആ വാതകം ഉപയോഗിച്ച് നമുക്കറിയാം അണുക്കളൊക്കെ നശിപ്പിച്ച് കളയേണ്ടതുണ്ട്. അത് ഇച്ചിരി വലുതാണെങ്കിൽ. ഇൻ കേസ് ചെറുതാണെങ്കിൽ നമുക്കറിയാം കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ കണ്ടന്റ് പറയുന്നുണ്ട്. ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് 1.0% അവൈലബിൾ ക്ലോറിൻ, 80% എത്തനോൾ അല്ലെ, അതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഇത്ര സമയം അല്ലെ ഒരു 10-30 മിനിറ്റേക്ക് ആ ഭാഗത്തൊക്കെ എന്താണ് ആ പാഡിൽ മുക്കിയിരിക്കുന്ന തുണികളോ പാഡുകളൊക്കെ ഉപയോഗിച്ച് ആ ഭാഗം മൂടി വയ്ക്കുക. അതിന് ചുറ്റും ഈ ലായനിയൊക്കെ ഉപയോഗിച്ചിട്ട് അണുക്കള് നശിച്ചു പോകാനായിട്ടുള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ളത്. അതിൽ സ്പ്രെഡ് ആണെങ്കിൽ വലുതാണ് എങ്കിൽ ഇച്ചിരി മേജർ ആണെങ്കിൽ ഇതാണ് ഫോർമാലിഡിഹൈഡ് ഗ്യാസ് വാതകം ഉപയോഗിച്ചിട്ട് തന്നെ അവിടെ ആ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം എന്താണ് എല്ലാവർക്കും അല്ലെ സാധാരണ യൂസേജിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക. If the spillage is huge or includes a extremely infectious microorganism, cabinet may need to be decontaminated with the formaldehyde gas by qualified staff before further use raise its forms. അതായത് നമ്മൾ ഈ ഒരു ഫോം ഒക്കെ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡിസ്ഇൻഫെക്ഷൻസ് അതായത് അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇൻ കേസ് അത് നേച്ചർ ആണെങ്കിൽ വലുതാണെങ്കിൽ. ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കുക. അവിടുത്തെ ആ ലായനികളുടെ അല്ലെ ആ സൊല്യൂഷൻസിന്റെ ഒക്കെ പേരൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷനും നേച്ചർ ആണെങ്കിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് അല്ലെ ഫോർമാലിഡിഹൈഡ് ഗ്യാസുമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതിന്റെ പെർസെന്റേജ് ഒന്നും ചോദിക്കാറൊന്നുമില്ല, ഏത് സൊല്യൂഷൻ ആണെന്നുള്ളത് ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കുക. ഒന്ന് രണ്ട് ക്ലാസ് കൊണ്ട് എന്തായാലും തീർക്കാൻ പറ്റും അല്ലെ. തീർക്കാൻ പറ്റൂലേ? ഒരടിച്ചു തുടങ്ങിയ സ്പിനേജ് വേസ്റ്റ് ലാസ്റ്റ് അവർ ആകുന്നത് കൊണ്ടായിരിക്കും നമുക്ക് എപ്പോഴും ലാസ്റ്റ് അവർ ആണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ആകെ എന്താ പറയാ ബോറടിക്കുന്ന ടൈം ആയതുകൊണ്ടായിരിക്കും. എന്നാലും കുഴപ്പമില്ല അല്ലെ. ആദ്യം കണ്ടത് അത്രയും ബുദ്ധിമുട്ടില്ലല്ലോ സ്പിനേജ് വേസ്റ്റ്. കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. ചില സൊല്യൂഷന്റെ പേരൊക്കെ പഠിക്കണം അല്ലെ. എന്നാലും കുഴപ്പമില്ല, നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നത് കൊണ്ട് അത്രയും പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. എന്തായാലും സ്പില്ലേജ് വേസ്റ്റിന്റെ ഒരേ നേച്ചറാണ് അല്ലെ. അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ള ഇതൊക്കെ ഏതാണ്ടൊക്കെ സെയിമാണ്. പിന്നെ ചില സൊല്യൂഷന്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു ചെറിയ വേരിയേഷനാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു ലാസ്റ്റ് പോയിന്റ് കൂടെ എടുക്കാം. ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എടുക്കാലോ. വായിച്ചു നോക്കണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് കൂടി നോക്കാം. ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് അറിയാം നമുക്ക്. അവിടെ പൊതുവെ മെഡിസിൻസ് അല്ലെ, നമ്മുടെ സിറപ്പാണെങ്കിലും അതേപോലെ തന്നെ ടാബ്ലറ്റുകളൊക്കെ ആണെങ്കിലും ഒരുപാട് ഉണ്ടാവും. അത് ബൾക്കായിട്ടൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയമാണ്, അത് സ്ഥലമാണ്. അത് മാത്രമല്ല ആവശ്യക്കാർക്ക് അത് കൃത്യമായിട്ട് തന്നെ സപ്ലൈ ചെയ്യും അല്ലെ. കുറെ നമുക്കറിയാം എക്സ്പയറി ഡേറ്റ് കഴിയുന്ന മെഡിസിൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കറക്റ്റ് ആയിട്ട് നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ നന്നായിട്ട് തന്നെ സ്റ്റോറും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ അതൊക്കെ
കൃത്യമായിട്ട് തന്നെ എക്സ്പയറി ഡേറ്റ് കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ പോകും അല്ലെ, കൃത്യമായിട്ട് തന്നെ സ്റ്റോറേജ് ഒക്കെ ഉണ്ടാവും. ഇൻ കേസ് നമുക്കറിയാം ഇത്തരത്തിലുള്ള മെഡിസിനും അല്ലെങ്കിൽ സിറപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അല്ലെ ഏതെങ്കിലും തരത്തിലൊക്കെ എന്താണ് ലീക്ക് ഔട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്ന അല്ലെ നമുക്കറിയാം പൊട്ടി പോകാൻ പറ്റുന്ന തരത്തിലുള്ള ബോട്ടിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ആ ഒരു മെഡിസിൻ ഒക്കെ സ്പ്രെഡ് ചെയ്ത് പോകാനൊക്കെ ആയിട്ട് കൂടുതൽ വീര്യം കൂടിയ മെഡിസിൻ ഒക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അല്ലെ ചിലപ്പോൾ അത് നന്നായിട്ട് ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷനോ അല്ലെങ്കിൽ ശ്വാസതടസ്സം അല്ലെ നമുക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. ഉണ്ടാവില്ലേ? ഉണ്ടാവോ ഫാർമസ്യൂട്ടിക്കൽസ് വില്ലേജ് വേസ്റ്റ് കൊണ്ട്? അപ്പൊ എന്താണ് ഫാർമസ്യൂട്ടിക്കൽസ് വില്ലേജ് വേസ്റ്റ് എന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. കാരണം പലതരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട് അല്ലെ, പല ചില മെഡിസിൻസിൽ നമുക്കറിയാം കുറച്ചൊക്കെ കുറെ കണ്ടന്റുകളൊക്കെ വേരിയേഷൻ ഉണ്ട് അല്ലെ, വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ സ്റ്റെപ്സ് നോക്കാം. ഇങ്ങനെയുള്ള വില്ലേജ് വേസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാലുള്ള സ്റ്റെപ്സ് to the taken for managing pharmaceuticals village waste ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് യൂസ് എ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. നമുക്ക് എല്ലാത്തിലും പറയുന്ന മാതിരി തന്നെ person should use suitable personal protective like gloves, goggles and respirators before going to the spill to prevent it contact with the dangerous substances. അതായത് അപകടകരമായിട്ടുള്ള ഈ ഘടകങ്ങളെ കോൺടാക്ട് ചെയ്ത് സമ്പർക്കം പുലർത്തുന്നതിന് മുമ്പ് തന്നെ എന്താണ് വില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആയ ഏതൊക്കെ തരത്തിലുള്ള സംഭവങ്ങള് ഗ്ലൗസ്, ഗോഗിൾസ് അതായത് കണ്ണടകളാണെങ്കിലും നമ്മുടെ ഗ്ലൗസുകളാണെങ്കിലും അതേപോലെ റെസ്പിറേറ്ററി അല്ലെ മാസ്ക് പോലെയുള്ള സംഭവങ്ങളെല്ലാം പ്രിവെൻഷന് വേണ്ടിയിട്ട് ധരിക്കണം. ധരിച്ചതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള വില്ലേജ് വേസ്റ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കണ്ടെയ്ൻ ദ സ്പിൽ. നമ്മൾ കണ്ട പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. കണ്ടെയ്ൻ ദ സ്പിൽ എന്ന് പറയുമ്പോൾ സ്പില്ലേജ് തടയണം അല്ലെ. യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ് സച്ച് ആസ് സ്പിൽ കിറ്റ്സ് ടു കണ്ടെയ്ൻ ദ സ്പിൽ ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. നമുക്കറിയാം എത്രയും പെട്ടെന്ന് അത്തരത്തിലുള്ള സ്പില്ലേജുകളെ കൈകാര്യം ചെയ്ത് അല്ലെ വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് അവിടെ യൂസ് ചെയ്യണം. അപ്പൊ ശ്രദ്ധിക്കുക എന്താണ് ഇത് ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ സ്പ്രെഡ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. Put the materials in a labeled hazardous bags or a container for a disposal. നമുക്കറിയാം ഇവിടെ മാർക്ക് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. എവിടെയാണ് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് നിക്ഷേപിക്കേണ്ടത്? ഹസാർഡ് വേസ്റ്റ് എന്നാണോ, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്നാണോ, അല്ലെങ്കിൽ എന്താണ് ഹസാർഡ് ബാഗ്സ് ആണോ അല്ലെ? നമ്മുടെ ഡേഞ്ചറസ് എന്ന് കൃത്യമായിട്ട് തന്നെ ലേബൽ ചെയ്തിരിക്കുന്ന ഹസാർഡ്സ് ബാഗിലോ കണ്ടെയ്നറിലാണോ ആണ് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് എല്ലാം വേസ്റ്റിന് കൈകാര്യം ചെയ്ത മെറ്റീരിയൽസ് എല്ലാം നിക്ഷേപിക്കേണ്ടത്. എന്താണ് ക്ലീൻ അപ്പ് ദ സ്പിൽ, അതായത് ആ ഏരിയ ക്ലീൻ ചെയ്തെടുക്കണം. Abide by manufacturers and directives for the correct use of absorbent materials to clean up the spill. നമുക്കറിയാം ഓരോന്നിനും ഓരോ സ്പിൽ കിറ്റുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്പിൽ കിറ്റ് ഉപയോഗിച്ച് അത് കൈകാര്യം ചെയ്യുക. ഒപ്പം മാനുഫാക്ചറർ അല്ലെ അത് നിർമ്മാതാക്കള് എന്താണോ ഡയറക്ഷൻ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചിട്ട് തന്നെ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. Then be cautious. എന്തായിരിക്കും പറയുന്നത്? Be cautious എന്ന് പറഞ്ഞുകൊണ്ട് എന്തായിരിക്കും പറയുന്നത്? ഇതൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത പോയിന്റ്സ് ആണ്. ഇപ്പൊ ബൈ ഹാർട്ട് ആയിട്ടുണ്ട് അല്ലെ. ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് പറയുന്നത് ക്ലീൻ ചെയ്യുമ്പോൾ. Cautious, not to spread pharmaceutical during cleanup അല്ലെ. ഇത്തരത്തിലുള്ള ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും സ്പ്രെഡ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, സ്പ്രെഡ് ചെയ്യാതെ നോക്കണം. ഓക്കെ, then dispose of waste. നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട സമ്പർക്കത്തിൽ ഏർപ്പെട്ട എന്ത് മെറ്റീരിയൽസ് ആണെങ്കിലും എവിടെ തന്നെ നിക്ഷേപിക്കേണ്ടതായിട്ട് വരും. എന്തായാലും പറയാതെ തന്നെ നിങ്ങൾക്ക് പറയാം, ഞാൻ പോയിന്റ് പറയാതെ തന്നെ നിങ്ങളുടെ മൈൻഡിൽ അത് ഓക്കെയാണ്. ഹസാർഡ് ബാഗ്സ് പിന്നീട് തന്നെ നിക്ഷേപിക്കണം അല്ലെ. ആ പോയിന്റ് ജസ്റ്റ് വായിക്കുക. എന്താണ്? ഓൾ മെറ്റീരിയൽസ് ദാറ്റ് കംസ് ഇൻ ടു കോൺടാക്ട് വിത്ത് ദ ഫാർമസ്യൂട്ടിക്കൽ ഷുഡ് ബി ഡിസ്കാർഡഡ് ആസ് ഹസാർഡ് വേസ്റ്റ് ലേബൽഡ് ബാഗ്. ഓക്കെ, ഈ പോയിന്റ്സ് ഒക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് നമ്മൾ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടും. ചില പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്താൽ മതി. എവിടെയാണ് നിക്ഷേപിക്കേണ്ടത്? ഹസാർഡ് ബാഗ്സിലാണോ, ബയോ ഹസാർഡ് ബാഗ്സിലാണോ, അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് എന്ന് കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നറിലാണോ, എവിടെയാണ് നിക്ഷേപിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അത്തരം പോയിന്റ്സ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി അവിടെ നമുക്കറിയാം ഹസാർഡ് എന്ന് പറയുമ്പോൾ അപകടകരമായിട്ടുള്ള വേസ്റ്റ് ആണ്. അപ്പൊ അത് കൈകാര്യം ചെയ്യുമ്പോൾ ചിലതിന്റെയൊക്കെ ഫോളോ അപ്പ് എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അതെന്തിന്റെയൊക്കെയാണ്?
ലോക്കൽ പിന്നെ പ്രാദേശിക നിയമങ്ങള്, സ്റ്റേറ്റിന്റെ നിയമങ്ങള്, ഫെഡറൽ നിയമങ്ങൾക്കൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഹസാർഡ് വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ദെൻ ലാസ്റ്റ് പോയിന്റ് നമുക്ക് എന്താ, ഫെഡറൽ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, റിപ്പോർട്ട് സ്പെയിൽ അല്ലേ, അത് റിപ്പോർട്ട് ചെയ്യണം. എന്താ പറയുന്നത്, സ്പെയിൽ ഷുഡ് ബി intimated to the concerned personnel for documentation and investigation. അതായത് നടപടിക്രമങ്ങൾക്ക് അല്ലെങ്കിൽ പരിശോധന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ തയ്യാറാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റാഫിന് അത്തരത്തിലുള്ള റിപ്പോർട്ട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക. അതായത് അവരത് ആ നടപടി പൂർത്തീകരിക്കുക എന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൽ കൂടുതലും വരുന്നത് ഡേഞ്ചറസ് ഹസാർഡ്സ് അങ്ങനത്തെ അല്ലേ? ഡേഞ്ചറസ് ഹസാർഡ്സ് എന്നൊക്കെ പറയുന്നത് സെയിം മീനിങ് തന്നെ, അതായത് അപകടകരമായ ഉദ്ദേശിച്ചു വരുന്നത് തന്നെയാണ്. എന്തെങ്കിലും ഓക്കെയാണോ? എല്ലാവരും ഓക്കെയാണോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am.